നമ്മളിന്ന് ഹോംസ് ഗെയിംസ് ലാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം കളിക്കേണ്ടത് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ നമുക്ക് എന്തായാലും ഇറങ്ങാം. അങ്ങനെ എന്തേ നമ്മൾ കയറാൻ പോവാണ്. ഹോംസ് എന്നൊക്കെ എഴുതിയൊരു അടിപൊളി ബോർഡാണ്. അപ്പം അങ്ങനെ നമ്മൾ കയറാൻ പോവാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ അടുത്തൊരു ചെറിയൊരു ഫ്രണ്ടിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു സ്പ്രേയിൻ്റെ കട, ഒരു ചെറിയ സ്പ്രേയിൻ്റെ കട, പിന്നെ ഓപ്പൺ ഡൗൺ എന്നൊക്കെ എഴുതി വെച്ച് കുറേ ബോർഡും അങ്ങനെ സൈനും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ കോഫീൻ്റെ സംഭവം കടകൾ, പിന്നെന്താ സ്പ്രേയിൻ്റെ കടകൾ, അത്തറിൻ്റെ കടകൾ. ഈ ഫ്രണ്ടിൽ കാണുന്ന അത്തറിൻ്റെ കടയാണ്. നല്ല സ്മെല്ലായിരുന്നു അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ. പിന്നെ നമ്മളിങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ ഒരു ഭയങ്കര സൗണ്ട്, ചെണ്ട ഹോട്ടലിൻ്റെയും ഇത് ഭയങ്കര പാട്ടൊക്കെ. അപ്പം നമ്മളിങ്ങനെ കയറി പോയപ്പോൾ അവിടെ ഭയങ്കര സൗണ്ട്, ചെണ്ട ഹോട്ടലിൽ നോക്കുമ്പോൾ എന്തൊരു ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സൗണ്ടൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പായിട്ട് ഒരു ഗാനമേള. എന്നിട്ട് അവിടെ നമ്മൾ കുറച്ച് നേരം കണ്ടു നിന്നു. അങ്ങനെ നമ്മൾ ഇവിടെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറിയപ്പം ഒരു ടോയ് സ്റ്റോർ കണ്ടു. നല്ല ചെറിയ ചെറിയ പാവകൾ, പക്ഷെ ഭയങ്കര വില കേട്ടോ. ഭയങ്കര വിലയാണ്. 45-50 KD ആ റേഞ്ചാണ് വരുന്നത്. അങ്ങനെ പക്ഷേ ഞങ്ങൾ കയറാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇതൊന്നും അല്ല നമ്മുടെ മെയിൻ. അത് അടച്ചു കഴിഞ്ഞാൽ ഭയങ്കര മിസ്സാവും. അങ്ങനെ നല്ലൊരു അടിപൊളി ലിഫ്റ്റ്, പ്രീമിയം തന്നെ പറയാൻ വേണമെങ്കിൽ സെറ്റായിട്ട് ഉള്ളൊരിതാണ്. കണ്ടോ, അവിടെയാണ് നമ്മുടെ ഗെയിംസ് ലാൻഡ് കേട്ടോ. കാണുന്നില്ല നമുക്ക് ഗെയിംസ് ലാൻഡ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ലിഫ്റ്റിലൊക്കെ ഗെയിംസ് ലാൻഡിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മെയിൻ ഗെയിംസ് ലാൻഡ് എന്നാണ്. ഗെയിംസ് ലാൻഡ് ആയിരിക്കും എൻ്റെ മെയിൻ. പിന്നെ ഒരു ലൈബ്രറിയിലും അവിടെയും ഞാൻ കയറി ചോദിച്ചു ബുക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇംഗ്ലീഷ് ബുക്ക് 2-3 ഉള്ളൂ. പിന്നെ ബാക്കി അറബിക്കാണ്. ഗെയിംസ് ലാൻഡ് ടിക്കറ്റിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 KDക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ 15 KD ബോണസ്. അത് ഓഫറാണ്. അങ്ങനെ ഫെബ്രുവരി ആയതുകൊണ്ട് ഒരു ഓഫറാണ്. അപ്പം നമ്മൾ കയറിയിട്ടുണ്ട്. ടിക്കറ്റൊക്കെ കിട്ടും കേട്ടോ, മറ്റേ ഗിഫ്റ്റ് കിട്ടുന്ന ടിക്കറ്റ്സ്. അങ്ങനെ നമ്മുടെ സായിയൊക്കെ അവിടെ തൊട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അവന് ഇഷ്ടമുള്ള കളിയൊക്കെ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർഡ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ കാർഡ് വാങ്ങാനായിട്ട് വേറൊരു പൈസ കൊടുക്കണം, 250 ഫിൽസ്. പിന്നെ നമ്മൾ നല്ല പിള്ളേരൊക്കെ ഒരു ദിവസം, ഇപ്പം നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ പിള്ളേരൊക്കെ ഒരു ദിവസം 5 KD 3 KD റേഞ്ചിൽ ഇവിടെ ഇരുത്താവുന്നതാണ്. കണ്ടോ, ഇതിലൊക്കെ 3 KD ആണ് ഒരു ഡേ. അങ്ങനെയൊക്കെയാണ് ആ ഒരു റേറ്റ് വരുന്നത്. നിങ്ങൾ എന്തായാലും പോകുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അവിടെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ കുറേ വെള്ളം ഒഴിക്കുന്ന ഗെയിമും ഇതുപോലത്തെ കുറച്ച് ഗെയിംസ് ഉണ്ട്. പിന്നെ ഫുട്ബോള് പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷേ നിങ്ങൾ എന്തായാലും ഒരു ദിവസം പോയി നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് നല്ലൊരു ഇതിലാണ്. പിന്നെ ഇതുണ്ട്, ബോൾ എറിയുന്നകത്തൊരു സംഭവമുണ്ട്, ബാസ്കറ്റ് ബോള്, കുതിര. അപ്പോൾ VR പാർക്കിലേക്ക് ഞങ്ങളൊന്ന് കയറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് VR-ഉം 90 ആ റേഞ്ച് സംഭവങ്ങൾ. അപ്പം ഞങ്ങൾ കയറിയപ്പോൾ അവിടെ ഒരു ആസ്ട്രോനോട്ട് നിൽക്കുക. ഞങ്ങളവിടെ നിന്ന് കുറച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ ഇരുന്ന് ചുറ്റും കാണാണ്. നമ്മുടെ ക്യാമറമാൻ അമ്മയാണ്. ക്യാമറമാനല്ല, ക്യാമറ ഗേൾ, ക്യാമറ ലേഡി, അങ്ങനെ എന്തെങ്കിലും പറയാം. ഓക്കെ, അതൊക്കെ വിട്, നമുക്ക് നമ്മുടെ ഗെയിംസിലേക്ക് പോകാം. പിന്നെ അവിടെ തലൗത്തി മറിയുന്നൊരു സംഭവമുണ്ട്. പിന്നെ ഇവിടെയുണ്ട് കുറേ ബൈക്കിൻ്റെ ഇതൊക്കെ VR വെച്ചിട്ടുള്ള കളിയാണ്. പിന്നെ വേറെ കുറേ കാറും ബൈക്കും അങ്ങനെ ഇഷ്ടം പോലെ. ഇത് കണ്ടോ ഈ ഒരു സംഭവം, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തലൗത്തി കറങ്ങുകയൊക്കെ ചെയ്യും. അപ്പം അവിടെയൊക്കെ ഞങ്ങൾ പോയി. അത് കയറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് വേറൊരു സാധനം ഉണ്ടായിരുന്നു അവിടെ, അത് കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നിൽക്കുകയാണ്. ഈ സാധനം ഇതിലേക്ക് ഞങ്ങൾ എന്തായാലും കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതിലൊന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല ഇത് മൂവീസ് ഉള്ളത് ഇതിൻ്റെ അകത്താണ്. നല്ല VR 3D ഇതുണ്ട്. പിന്നെ ഇവിടെ മിഠായി എടുക്കാൻ പറ്റുന്ന സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അടിച്ചിട്ട് അതുള്ള ഉണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണം കളിച്ചു, ടിക്കറ്റും കിട്ടി. 8 ടിക്കറ്റാണ് എനിക്ക് കിട്ടിയത് കാർഡിൽ. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ 1 KD 2 KD കാർഡാണ്. പിന്നെ ഇങ്ങനെ ഇത് ഞങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് ഇത് കയറണമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ്
അതിനെക്കുറിച്ച് അങ്ങ് വിട്ട് മറന്നേ പോയി. എന്നിട്ട് കിച്ചു ഞാൻ റോക്ക് ക്ലൈമ്പിങ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് കിച്ചു റോക്ക് ക്ലൈമ്പിങ് ചെയ്തു. ഭയങ്കര ഇഷ്ടമായി അവന്. എന്നിട്ട് അവനെ കയറ്റി. നല്ല റോക്ക് ക്ലൈമ്പിങ് ആയിരുന്നു. 3 തവണ ഒരെണ്ണത്തിൽ കയറാനായിരുന്നു. റേറ്റ് 1KD 2KD എത്രയായിരുന്നു എനിക്ക് ഓർമ്മയില്ല ക്ലിയർ ആയിട്ട്. കിച്ചു അതിൻ്റെ അകത്ത് കയറി. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഇതിലാണ് കയറുന്നതും കണ്ടോ. അവന് പിന്നെ തിരുവനന്തപുരത്ത് ഫണ്ടിയൂറ എന്ന് പറഞ്ഞ സംഭവത്തിൽ ഇഷ്ടം പോലെ തവണ കയറിയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഇനി കുറച്ച് വീഡിയോസ് അങ്ങോട്ടേക്ക് വരുന്നതാണ്. യൂട്യൂബിൽ ഞാൻ ഇടുന്നതാണ്. കുറച്ചെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ലോണം സപ്പോർട്ട് ചെയ്യും. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കുറയുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അങ്ങനെ കിച്ചു ഒരു തവണ റോക്ക് ക്ലൈമ്പിങ് ചെയ്തു. പിന്നെ വീണ്ടും 2, 3 അങ്ങനെ ചെയ്തു. പിന്നെ ഞങ്ങൾ ഇതിലും കയറി. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ, കാരണം വീഡിയോ എടുക്കാനായിട്ട് ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ തന്നെയാണ് കയറിയിട്ട് ഇരുന്ന് ഞങ്ങൾ തന്നെ കണ്ടു. അടിപൊളിയായിരുന്നു, നല്ല എഫക്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡൈനോസറായിട്ട് ചൂസ് ചെയ്തത്. അത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് വന്നത്.